നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് ആണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചാപ്റ്റർ 2 ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് നോക്കാം. 1, 2, 3, 4 എക്സെട്ര. ഇതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. ഇനി ഇതിൻ്റെ കൂടെ ഒരു സീറോയും കൂടെ ചേർത്താൽ 0, 1, 2, 3, 4 എക്സെട്ര. അപ്പം അതെന്തായി? ഹോൾ നമ്പേഴ്സായി അഥവാ അഖണ്ഡ സംഖ്യകൾ. ഇനി ഇതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ചേർത്താൽ, അതായത് ഫ്രം ഇൻഫിനിറ്റി ടു -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. ഇതിനെയാണ് ഇൻറ്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. ഇനി അടുത്ത സെറ്റ് വരുന്ന റാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നസംഖ്യകൾ, അതായത് അതിൻ്റെ ഒരു ജനറൽ ഫോം പറയുന്നത് P/Q where Q not equal to 0. അതായത് ഡിനോമിനേറ്റർ 0 വരരുത്, അല്ലെങ്കിൽ ഛേദം 0 വരരുത്. ഡിവൈഡ് ബൈ 0 വന്നാൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പം അതിന് എക്സാമ്പിൾ ഇപ്പോൾ 1/2, 2/3, 3/5, 5/7 എക്സെട്ര. ഇതിനെയാണ് റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നസംഖ്യകൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്താണ്? 1, 2, 3, 4 എക്സെട്ര. അതിൻ്റെ കൂടെ 0 ചേർത്താൽ അത് ഹോൾ നമ്പറായി, അല്ലെങ്കിൽ അഖണ്ഡസംഖ്യകളായി. ഇനി ഇൻറ്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും വരും. പിന്നെ റാഷണൽ നമ്പർ, അതായത് ഭിന്നസംഖ്യകൾ P/Q എന്നുള്ള ഫോമിൽ എഴുതാം, where Q not equal to 0. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ്, അതാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ ന്യൂ നമ്പേഴ്സ് എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ പുതിയ സംഖ്യകൾ എന്നുള്ള പേരിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അതെന്താണെന്ന് നോക്കാം. അപ്പം ഇനി നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും √2, √3, √5, √7 എക്സെട്ര. ഇതിൻ്റെയൊന്നും വാല്യൂ എൻഡ് ചെയ്യാതെ പോവും. അതായത് ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആയിരിക്കും. ഇപ്പം √4 നമുക്കറിയാം എന്താണ്? 2, √9 3. പക്ഷേ ഇപ്പം √2, ഈ √2ൻ്റെ വാല്യൂ എന്താ വരുന്നത്? √2ൻ്റെ വാല്യൂ വരുന്നത് 1.4142 ഇങ്ങനെ. ഇത് ഒരു അവസാനമില്ലാണ്ട് ഇങ്ങനെ പോവുകയാണ്. അതുപോലെ √3യുടെ വാല്യൂ വരുന്നത് 1.7325 എക്സെട്ര. ഇതും ഇങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ √2ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് 1.414 ആണ് നമ്മൾ കാൽക്കുലേഷനിലേക്ക് എടുക്കുന്നത്. അതേപോലെ √3 ആണെങ്കിൽ നമ്മളതിന് 1.732 ഇത്രയും മാത്രമായിട്ട് ആണ് നമ്മൾ കാൽക്കുലേഷനിലേക്ക് എടുക്കുന്നത്. അപ്പം ഇറാഷണൽ നമ്പേഴ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലായില്ലേ? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, അതായത് അതൊരു അന്തമില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ നമ്പേഴ്സിനാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിൽ ഈ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്, അതായത് ഇറാഷണൽ നമ്പേഴ്സ്, ഇതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ് പൈത്തഗോറസ് തിയറം. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അഥവാ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പം നമുക്കൊന്ന് ഓർമ്മിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ, എന്നാലും നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അല്ലേ? പൈത്തഗോറസ് തിയറം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ അല്ലെങ്കിൽ മട്ടത്രികോണത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി, അത് നമ്മൾ 90 ഡിഗ്രി ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതെന്താണ്? ഇതിൻ്റെ ബേസ് ആണ്, അഥവാ പാദം. ഇത് ബേസ്, അതിവിടെ നമ്മൾ ബി എന്നുള്ള ലെറ്റർ കൊണ്ട് കൊടുത്തു. ഇനി ഇതെന്താണ്? ലംബം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്.
ആൾട്ടിറ്റ്യൂഡ് എ എന്ന് കൊടുത്ത്, എ സ്മോൾ എ. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്താണ്? കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. ഈ ഹൈപ്പോട്ടന്യൂസിന് എച്ച് എന്ന് കൊടുത്തു, സ്മോൾ എച്ച്. അപ്പം നമ്മുടെ പൈത്തഗോറസ് തിയറം പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിനിവിടെ ഹൈപ്പോട്ടന്യൂസ് ഞാൻ എച്ച് എന്ന് എടുക്കുകയാണ്. എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അഥവാ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അങ്ങനെയും പറയാം. ഇനി എച്ച് സ്ക്വയർ ആണിത്, ദെർഫോർ എച്ച് എന്തായിരിക്കും? ഇനി എച്ച് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ റൂട്ട്. ഇവിടെ സ്ക്വയർ അല്ലേ, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നമ്മൾ പൈത്തഗോറസ് തിയറം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇതിൽ നിന്ന് തന്നെ ഇതിപ്പോ എച്ച്, അത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കാണാനുള്ള ഇക്വേഷനാണ്. ഇനി അതുപോലെ തന്നെ നമുക്കിപ്പോ ബേസ് ആണ് കാണുന്നതെങ്കിൽ അതിന്റെ ഫോർമുല ഉണ്ടാക്കാം. അതുപോലെ ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതും എഴുതാം. എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി എ സ്ക്വയർ എന്ത് വരും? ഇതിൽ നമുക്ക് എ സ്ക്വയർ എങ്ങനെ കാണാം? എച്ച് സ്ക്വയർ മൈനസ് ഈ ബി സ്ക്വയർ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദെർഫോർ എ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഇതുപോലെ തന്നെ ബിയും, ബി എന്ത് വരും? ഇതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക. നോക്കിയേ, ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. സ്ക്വയർ എ ബി സി ഡി. ഇതിന്റെ സൈഡ് എല്ലാം എന്താണ്? എക്സ് ആണ്. ബി ഡി ഡയഗണൽ ആണ്. അപ്പം നമുക്ക് ഈ ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയേ, സ്ക്വയർ ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ട്രയാംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പം നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഈ സൈഡ് കണ്ടുപിടിക്കാമല്ലോ, ബി ഡി. ഇവിടെ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ട്രയാംഗിൾ എ ബി ഡി. ബി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എ ബി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. അതായത് നമ്മുടെ പൈത്തഗോറസ് തിയറം കേട്ടോ. ഇത് പാദവും ഇത് ലംബവും ഇത് കർണം. ഇനി എ ബി എന്താണ്? എക്സ് ആണ്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ബി, എ ഡിയും എക്സ് തന്നെ, എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താണ്? 2x സ്ക്വയർ. അപ്പം ബി ഡി സ്ക്വയർ കിട്ടി 2x സ്ക്വയർ എന്ന്. പക്ഷെ നമുക്ക് ബി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെർഫോർ ബി ഡി എന്ത് വരും? സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 2x സ്ക്വയർ. റൂട്ട് 2 തന്നെ. ഇനി എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? അത് റൂട്ടിന് പുറത്ത് വരുമ്പോൾ എക്സ് ആവും. അപ്പൊ ബി ഡി നമുക്ക് കിട്ടി √2 ഇൻറ്റു എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ്? സ്ക്വയറിന്റെ സൈഡ് ഇൻറ്റു √2. അപ്പോൾ ഒരു സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡും അറിയാമെങ്കിൽ നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കാം. അതിൻ്റെ ഫോർമുലയാണ് ഡയഗണൽ ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു സൈഡ്. ഡയഗണൽ അഥവാ വികർണം √2 ഇൻറ്റു വശം. ഒരു സമചതുരത്തിന്റെ വശം അറിയാമെങ്കിൽ അതിന്റെ വികർണം കണ്ടുപിടിക്കാം. എന്താണ്? √2 ഇൻറ്റു വശമാണ് ആ സമചതുരത്തിന്റെ വികർണം. അതായത് ഡയഗണൽ ഇസ് ഈക്വൽ ടു നോക്കിയേ, ഒരു സ്ക്വയറിന്റെ ഡയഗണൽ എന്താണ്? √2 ഇൻറ്റു സൈഡ്. സ്ക്വയറിന്റെ ആണ് കേട്ടോ, അത് ഓർക്കാം. ഒരു സ്ക്വയറിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്
ഡയഗണൽ ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു സൈഡ്. ഒരു എക്സാമ്പിൾ നോക്കി. ഇതൊരു സ്ക്വയർ, ഇതിൻ്റെ സൈഡ് 3 ആണെന്നിരിക്കട്ടെ. അപ്പം എല്ലാം 3 ആണ്. അപ്പം നമുക്ക് ഈ ഡയഗണൽ ഞാനിവിടെ ഡി എന്ന് എഴുതുന്നത്. ഡി എന്തായിരിക്കും? നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്താണ് ഫോർമുല? എന്താണ്? √2 ഇൻറ്റു സൈഡാണ്. √2 ഇൻറ്റു 3, അതായത് 3√2 ആണ് അതിൻ്റെ ഡയഗണൽ. ഇനി ഡയഗണൽ തന്നാൽ നമുക്ക് സൈഡും കണ്ടുപിടിക്കാമല്ല സ്ക്വയറിൻ്റെ. അതായത് ഇവിടെ ഡയഗണലാണ് √2 ഇൻറ്റു എക്സ്. ഡയഗണൽ ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു സൈഡ്. അപ്പോൾ ഇതിന് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? സൈഡ് ഇസ് ഈക്വൽ ടു ഈ √2 ഇവിടെ ഡിവൈഡഡ് ബൈ വരും. ഡയഗണൽ ഡിവൈഡഡ് ബൈ √2. അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ വശം ഇസ് ഈക്വൽ ടു വികർണം ബൈ √2. സൈഡ് ഇസ് ഈക്വൽ ടു ഡയഗണൽ ഡിവൈഡ് ബൈ √2. അപ്പം നമുക്കൊരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടിയാൽ അതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഡയഗണൽ കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ഒരു സൈഡും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫോമിലേക്ക് ഓർത്തു വയ്ക്കാം. ഇവിടെ വരച്ചിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ ആണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ എന്തായിരിക്കും? നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാം. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് ഡയഗണൽ ഡി is equal to സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സൈഡെല്ലാം 1 ആണ്. അപ്പോൾ ഇതെന്ത് വരും? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. 1 പ്ലസ് 1, അതായത് √2 കിട്ടി അല്ലേ? അപ്പം ഡയഗണൽ എത്രയാണ്? √2. ഇനി നമുക്ക് ഈ √2 സൈഡ് വരുന്ന ഒരു സ്ക്വയർ എങ്ങനെ വരയ്ക്കാം? അപ്പം നമുക്ക് √2 സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതിനുള്ളൊരു ടെക്നിക്കാണ് ഈ പറയുന്നത്. ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ ഇനി വരുന്നത്. ഇപ്പം √3 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കുക, അല്ലെങ്കിൽ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ. ഇവിടെ നമുക്ക് ഡയഗണൽ √2 എന്ന് കിട്ടി. അപ്പം √2 ആണ് സൈഡ് വരുന്നതെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? √2 ഇൻറ്റു √2. √2 ഇൻറ്റു √2 എന്താണ്? 2, അതായത് √4 വരും. 2. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഏരിയ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കണമെങ്കിൽ അതിൻ്റെ സൈഡ് √2 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത്, 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. അപ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ സൈഡ് √2 ആയിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം √2 കണ്ടുപിടിക്കണം. √2 എന്നുള്ള ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. √2 എന്നുള്ള ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ വരച്ച് അതിൻ്റെ ഡയഗണൽ √2 ആണ്. ഇനി ഈ ലെങ്ത്ത് കിട്ടിയാൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കി, ഞാൻ ഈ √2ൻ്റെ ലെങ്ത്ത് നമുക്ക് ഈ ഡയഗണലിൽ നിന്ന് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് ഉള്ള ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഈ ലെങ്ത്ത് √2 ആണ്, ഈ ലെങ്ത്ത് √2 ആണ്, ഈ ലെങ്ത്ത് സൈഡ്സ് എല്ലാം √2 ആണ്. സൈഡ്സ് √2 ആണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഞാനിവിടെ ഒരു പേര് കൊടുക്കുന്നുണ്ട്, ABCD. ഏരിയ ഓഫ് സ്ക്വയർ ABCD എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് എന്താണ്? √2 ഇൻറ്റു √2, അതായത് √4, ദാറ്റ് ഈസ് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കണമെങ്കിൽ ആ സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്? √2 ആയിരിക്കും.
അപ്പോൾ ആ √2 എന്നുള്ള ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. √2 എന്നുള്ള ലെങ്ത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ √2 എന്നുള്ള ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ 1 സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ വരച്ചാൽ അതിൻ്റെ ഡയഗണൽ √2 ആയിരിക്കും. അപ്പം നമുക്ക് √2 കിട്ടി. ഇനി ആ √2 എന്നുള്ള ആ ലെങ്ത്ത് കിട്ടിയാൽ അത് വെച്ചിട്ടുള്ള സ്ക്വയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈഡ് ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ സ്ക്വയർ ഓർ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എക്സ് ആണെങ്കിൽ, എക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും? സൈഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്, √x സെൻറ്റിമീറ്റർ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന പ്രോബ്ലംസ് 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. അപ്പം നമ്മൾ √7 കണ്ടുപിടിക്കണം. എന്നിട്ടാണ് ആ സ്ക്വയർ വരയ്ക്കേണ്ടത്. ഇനി √7, √2 അല്ലെങ്കിൽ √5 ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പറയാം. നമുക്ക് √3 എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെ, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ √3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സ്ക്വയർ റൂട്ട് ഓഫ് 4 - 1, അല്ലെ, 4 - 1 ആണല്ലോ 3. ഈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 4ന് നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 2 സ്ക്വയർ -1നെ 1 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 2 സ്ക്വയർ -1 സ്ക്വയർ. അപ്പോൾ √3 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ -1 സ്ക്വയർ ആണ്. ഇനി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിട്ട് നമുക്ക് എങ്ങനെയാ √3 വരയ്ക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ 90 ഡിഗ്രി, ഇത് 1 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ഇനി നമുക്കിവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ് 2 വരേണ്ടത്, അല്ലേ? 2 സ്ക്വയർ -1 സ്ക്വയർ ആണ് ഇവിടെ കിട്ടുന്നത് √3. അപ്പം ഇത് 1 സെൻറ്റിമീറ്റർ എടുത്ത് ഇനി നമ്മൾ 2 എന്നുള്ളത് ഇവിടെ നിന്നാണ് വരേണ്ടത്, അതായത് 2 ആണ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അതെങ്ങനെ എടുക്കും? ഇവിടെ നമ്മൾ 90 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്യുക. 90 ഡിഗ്രി ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് കോമ്പസ് കൊണ്ട് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നിന്ന് 2 ഇവിടെ നിന്ന് എടുത്തിട്ട് കോമ്പസ് വെച്ചിട്ട് 2 അത് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെന്തായിരിക്കും? √3 ആയിരിക്കും. മനസ്സിലായ? അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ, ഞാൻ പേര് കൊടുക്കാം ABC. ഇവിടെ AC സ്ക്വയർ, ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ AC സ്ക്വയർ എങ്ങനെ വരും? AC സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതിൻ്റെ, അതായത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? BC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. BC എന്താണ്? 2 സ്ക്വയർ മൈനസ് AB 1 ആണ്, 1 സ്ക്വയർ. അതായത് 4 - 1 3. AC സ്ക്വയർ ആണ് 3. ദർഫോർ AC എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 3, √3. അങ്ങനെ നമുക്ക് √3 കിട്ടി, അല്ലേ? ഇപ്പം ഈ √3 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ചെയ്തത്. ഇനി √3 സൈഡ് വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ √3 കിട്ടിയല്ലോ. ഇനി ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കോമ്പസിൽ ഈ √3 എടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്നും ഈ √3 എടുത്ത് കട്ട് ചെയ്യുക, ഇവിടെ നിന്നും √3 എടുത്ത് കട്ട് ചെയ്യുക. അപ്പം നമുക്കൊരു സ്ക്വയർ കിട്ടും, √3യുടെ സ്ക്വയർ കിട്ടും. അപ്പോൾ ഇത് √3 ആയിരിക്കും, ഇത് √3 ആയിരിക്കും, ഇത് √3 ആയിരിക്കും. അപ്പോൾ ആ √3 കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഈ പറഞ്ഞത്. √3 നമുക്ക് സ്കെയിൽ ചെയ്ത് മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ √3 എങ്ങനെ കിട്ടും? അത് ഇപ്പം √3, അതായത് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ -1 സ്ക്വയർ ആണല്ലോ. ഇതാണ് ഓർക്കേണ്ടത്. 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ -1 സ്ക്വയർ. അപ്പോൾ ഈ മൈനസ് വരുമ്പോൾ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരേണ്ടത്. 2 ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന ചെറിയ സൈഡ് 1 ആയിട്ട് വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എടുത്ത്, അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുക. എന്നിട്ട് ഹൈപ്പോട്ടന്യൂസ് ആണ് 2 വരേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് കിട്ടും. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി.
അപ്പോൾ ഈ കിട്ടുന്ന സൈഡായിരിക്കും √3. അങ്ങനെ നമുക്ക് √3 കിട്ടി. ഇതുപോലെ നമുക്ക് √5ഉം √7ഉം എല്ലാം വരച്ചെടുക്കാം. മനസ്സിലായി കാണുമല്ല. ഇനി അടുത്ത എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലാവും കേട്ടോ. 1 സ്ക്വയർ എന്താണ്? 1 ആണ്. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. ഇവിടെ നോക്കി, ഈ 1 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 4 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 9 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 16 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 25 എന്നുള്ളത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് പൂർണ്ണവർഗങ്ങളാണ് അല്ലേ. ഇതെല്ലാം പൂർണ്ണവർഗ സംഖ്യകളാണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എഴുതിയിരിക്കുന്നത് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 4 മൈനസ് 1 അത് 3 ആണ്. അതുപോലെ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 9 മൈനസ് 4 5, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 16 മൈനസ് 9 7, 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ 25 മൈനസ് 16 9, 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 36 മൈനസ് 25 11. ഇവിടെ നോക്ക്, ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഈ ഓഡ് നമ്പേഴ്സിന് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അതായത് പൂർണ്ണവർഗ സംഖ്യകളുടെ വ്യത്യാസമായിട്ട് നമുക്ക് ഈ ഒറ്റ സംഖ്യകളെ എഴുതാം. 4ഉം 1ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 9ഉം 4ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 16ഉം 9ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 25ഉം 16ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതുപോലെ 36ഉം 25ഉം പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെ നമുക്ക് എഴുതി പോകാം. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഓഡ് നമ്പേഴ്സിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. അപ്പം ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഇത് നമുക്കിവിടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരും ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോഴും. ഏതൊരു ഓഡ് നമ്പറിനെയും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം അതൊന്ന് ഓർത്ത് വെക്കാം.